ഹലോ. മഞ്ഞുമൽ ബോയ്സ് എന്ന മലയാള സിനിമ തമിഴ്നാട്ടിൽ വൻ തരംഗമായ സാഹചര്യത്തിൽ തമിഴിലെ പ്രശസ്ത നോവലിസ്റ്റായ ജയമോഹൻ വളരെ മോശമായ ചില പരാമർശങ്ങൾ മലയാളികളെ കുറിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മലയാളികളെല്ലാം കുടിയന്മാരാണെന്നും സംസ്കാരശൂന്യരാണെന്നും ഒരു പൊതുസ്ഥലത്ത് എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്ത ആളുകളാണെന്നും എപ്പോഴും വഴക്കടിച്ചുകൊണ്ടിരിക്കുന്ന പെറുക്കികളാണെന്നൊക്കെയുള്ള രീതിയിൽ കുറച്ച് മോശപ്പെട്ട പരാമർശങ്ങൾ അദ്ദേഹം നമ്മൾ മൊത്തം മലയാളികളെ കുറിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. സിനിമാ ലോകത്തു നിന്നും മറ്റു സാഹിത്യ ലോകത്തു നിന്നും പുറത്തുനിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കുകയും വളരെ രൂക്ഷമായ രീതിയിൽ ആ ഒരു പ്രസ്താവനയെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ മലയാളികൾ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് മൊത്തം മലയാളി സമൂഹത്തെയും ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പ്രിയദർശൻ, ബി ഉണ്ണികൃഷ്ണൻ, മേജർ രവി, സുരേഷ് ഗോപി മുതലായിട്ടുള്ള ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകൾ ജയമോഹന്റെ ആ പ്രസ്താവനയെ വളരെ ശക്തമായ രീതിയിൽ അപലപിക്കുകയും മലയാളികളുടെ ഭാഗത്തു നിന്നുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. വളരെ സന്തോഷം തോന്നുന്നുണ്ട് മലയാളിക്ക് വേണ്ടി ഇവരൊക്കെ സംസാരിക്കുന്നതിന്. ശരിയാണ് അവർ പറയുന്നത്. കാരണം ഒന്നോ രണ്ടോ ആളുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെറിയ ശതമാനം ആളുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ വെച്ചുകൊണ്ട് ഒരു പൊതുസമൂഹത്തെ ഒരിക്കലും നമ്മൾ വിലയിരുത്താൻ പാടില്ല. പക്ഷെ ഞാൻ ഇവിടെ ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ, ഇതേ കാര്യങ്ങൾ നിങ്ങളും ചെയ്യാറില്ലേ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാൾ ഒരു ബോംബ് വെച്ചെന്നോ 4 പേരെ കൊന്നെന്നോ എന്ന വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മൊത്തം മുസ്ലിം സമുദായത്തെയും ഇതുപോലെ തീവ്രവാദികളെന്നും ജിഹാദികളിൽ നിന്നൊക്കെ അടച്ചാക്ഷേപിക്കാറില്ലേ? അപ്പോൾ ആ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്കും ആ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും ഇതുപോലെ വിഷമിച്ചിട്ടുണ്ടാവില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ചുറ്റിലും എത്രയോ മുസ്ലിം സഹോദരങ്ങളില്ലേ? ഇവരെല്ലാവരും തീവ്രവാദികളാണോ? ഇവരെല്ലാവരും വർഗീയവാദികളാണോ? ഇവരെല്ലാവരും ജിഹാദികളാണോ? ഒരിക്കലുമല്ല. നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഓടിയെത്തുന്ന, നമ്മുടെ കണ്ണീരൊത്തുന്ന, നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്ന സ്നേഹനിധികളായ എത്രയോ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. പക്ഷേ ദൂരെ എവിടെയോ ഒരു വാർത്ത കേൾക്കുമ്പോൾ, ഒരു മുസ്ലിം പേരുള്ള ഒരാൾ എന്തെങ്കിലും ഒരു അതിക്രമം കാണിച്ചെന്ന് കേൾക്കുമ്പോൾ നമ്മൾ അവർ ചെയ്ത നല്ല കാര്യങ്ങളെ എല്ലാം മറന്നുകൊണ്ട് ആ ഒരാളെ മാത്രം ഉദാഹരണമാക്കി പൊക്കി പിടിച്ചുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തെ മൊത്തം തീവ്രവാദികളായും കൊലപാതകികളായും ജിഹാദികളായും മുദ്രകുത്താറില്ലേ? അപ്പോൾ ആ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ എത്രമാത്രം മനസ്സ് വിഷമിച്ചിട്ടുണ്ടാകും. ആ വിഷമം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ ദൈവം ജയമോഹനിലൂടെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടാവുക. എന്തായാലും ഇനിയെങ്കിലും നമ്മളെല്ലാവരും കുറച്ചുകൂടി വേഗത്തോടു കൂടിയും വിവേചനത്തോടു കൂടിയും പെരുമാറണമെന്നും കുറച്ചുകൂടി ഒരു നമ്മുടെ കൂടപ്പിറപ്പുകളുടെ, നമ്മുടെ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളുടെ മനസ്സ് വിഷമിക്കാത്ത രീതിയിൽ കാര്യങ്ങളെ കുറച്ചുകൂടി വസ്തുതപരമായി കണ്ട് വിലയിരുത്തിക്കൊണ്ട് മാത്രം സംസാരിക്കണമെന്നും നമ്മൾ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മലയാളികളൊന്നും ഒരിക്കലും മോശപ്പെട്ട ആളുകളല്ല. എല്ലാവരും ഒന്നോ രണ്ടോ പേര് ചീത്തയായ ആളുകളുണ്ടാവും. അത് എല്ലാ സമൂഹത്തിലും ഉണ്ടാകും, എല്ലാ സമുദായത്തിലും ഉണ്ടാകും. അതുപോലെ തന്നെ മുസ്ലിങ്ങളിലും ആരും അത്ര മോശപ്പെട്ട ആളുകളല്ല. ആരും തീവ്രവാദികളോ മോശപ്പെട്ട ആളുകളോ ഒന്നുമല്ല. അതിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് ജിഹാദിന്റെ പേര് പറഞ്ഞ്, ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് തെറ്റായ കാര്യങ്ങൾ ചെയ്തത്. അവർ ഇസ്ലാമിന്റെ ഭാഗമേ അല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണോ ഈ ജയ് ശ്രീറാം എന്നൊരു പേര് പറഞ്ഞുകൊണ്ട് ഹിന്ദു സമുദായത്തെ മൊത്തം ഒരു കൂട്ടർ അവർ മോശപ്പെട്ട അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ തീവ്രവാദികളുടെ കാര്യം. ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ കൂടെ നിൽക്കാൻ എല്ലാവരും ശ്രമിക്കുക, പരസ്പരം കൈത്താങ്ങാകുക, ഒരുമിച്ച് മുമ്പോട്ട് പോവുക. എന്തായാലും ഒരു വർഗീയ ശക്തികൾക്കും ഒരു വർഗീയ പരാമർശങ്ങൾക്കും നമ്മളെ തമ്മിൽ ഭിന്നിപ്പിക്കാനോ വേർതിരിക്കാനോ കഴിയാതിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം. ജയ് ഹിന്ദ്.